മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും 10th ലെവൽ എക്സാമിനായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. അതിന് മുന്നോടിയായി കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് വരുന്ന മാക്സിമം ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ കുറച്ച് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. NSSന്റെ ആദ്യ സെക്രട്ടറി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി കെ പരമപിള്ള. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി കെ പരമപിള്ള. ഏതാണ് ആൻസർ? യെസ്, ഏതാണ്? മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ രൂപീകൃതമായ സംഘടനയാണ് ഇത് NSS. എന്നാണ് സ്ഥാപിച്ചതെന്നറിയാവോ? 1914 ഒക്ടോബർ 31 എന്ത് NSS സ്ഥാപിതമായത്. ഓക്കെ ആണോ? ഇനി NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. ഇനി നമ്മുടെ ഓപ്ഷനകത്ത് വന്ന മറ്റൊരു വ്യക്തിയാണ് ആര്? കുമാരനാശാൻ. കുമാരനാശാൻ എന്തിന്റെ സെക്രട്ടറി ആയിരുന്നു? ആദ്യത്തെ SNDPയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? കുമാരനാശാൻ. അടുത്ത വ്യക്തിയായിരുന്നു ആര്? കെ പരമുപിള്ള. എന്താണ്? നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ഇത് കെ പരമപിള്ള. NSSന്റെ ആദ്യകാല നാമം ഏതാണെന്നറിയാവോ? നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു കേട്ടോ. നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. ഓക്കെ ആണോ? അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? NSSന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. ഇനി SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. NSSന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? കെ പരമപിള്ളയാണ്. ആദ്യകാല നാമം എന്തായിരുന്നു NSSന്റെ? നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. ഓക്കെ ആണോ? എന്നാണ് NSS സ്ഥാപിതമായത്? 1914 ഒക്ടോബർ 31. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മബോധോദയ സംഘം എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി. ആത്മബോധോദയ സംഘം എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി ശുഭാനന്ദ ഗുരുദേവൻ, ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആത്മബോധോദയ സംഘം ആരാണ്? യെസ്, ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. ഓപ്ഷൻ സി ശുഭാനന്ദ ഗുരുദേവൻ. ഇതിന്റെ ആസ്ഥാനം, ഈ ആത്മബോധോദയ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുകോലാണ് കേട്ടോ. മാവേലിക്കരയിലെ ചെറുകോലാണ് എന്ത് ആത്മബോധോദയ സംഘത്തിന്റെ ആസ്ഥാനം. ശുഭാനന്ദ ഗുരുദേവന്റെ യഥാർത്ഥ നാമം എന്താണ്? നാരായണൻ എന്നാണ് കേട്ടോ. നാരായണൻ എന്നാണ്. 1918 അദ്ദേഹം ശുഭാനന്ദ ഗുരുദേവൻ എന്ന നാമം സ്വീകരിച്ചത്. അപ്പം ആസ്ഥാനം, ആത്മബോധോദയ സംഘത്തിന്റെ ആസ്ഥാനം എവിടാണ്? ചെറുകോലാണ്. യഥാർത്ഥ ശുഭാനന്ദ ഗുരുദേവന്റെ യഥാർത്ഥ നാമം എന്താണ്? നാരായണൻ എന്നായിരുന്നു. അദ്ദേഹം ആ ശുഭാനന്ദ ഗുരുദേവൻ എന്ന നാമം സ്വീകരിച്ചത് 1918 കേട്ടോ. ഈ ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതെന്നാണ്? 1926 അദ്ദേഹം ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ഇനി ഓപ്ഷനിൽ വന്ന മറ്റൊരു വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ഇല്ലയോ? അറിയാം. എന്താണ്? സമത്വ സമാജം. എന്താ പ്രത്യേകത? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏത്? സമത്വ സമാജം. എന്നാണ് സ്ഥാപിച്ചത്? 1836. ഓക്കെ ആണോ? അടുത്തത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. എന്നാണ് സ്ഥാപിച്ചത്? 1918. ഓക്കെ ആണോ? ഇതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെ ആയിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? ടി രാമപ്പണിക്കറാണ്. വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? യോഗിനി മാതായിരുന്നു. ഓക്കെ ആണോ?
ആനന്ദ മഹാസഭ സ്ഥാപിച്ച ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. എന്നാണ്? 1918 ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി എന്നായിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? ടി രാമപ്പണിക്കറായിരുന്നു. ഇതിന്റെ വൈസ് പ്രസിഡന്റ് യോഗിനി മാതായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആര്? 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ആനി ബസന്റ്, ഓപ്ഷൻ ബി സർ CP രാമസ്വാമി അയ്യർ, ഓപ്ഷൻ സി ആസിം അലി ഖാൻ, ഓപ്ഷൻ ഡി KP രാമൻ മേനോൻ. ആരാണ്? ഈ 4 പേരും മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ളവരല്ലയോ? ആദ്യമായിട്ട് വഹിച്ചത് ആരാണ്? ആരാണ്? ആനി ബസന്റ് ആണ് കേട്ടോ. ആനി ബസന്റ് ആണ്. എവിടെ വെച്ചായിരുന്നു ആദ്യ സമ്മേളനം നടന്നത്? എവിടെ വെച്ചായിരുന്നു? പാലക്കാട് വെച്ചാണ് കേട്ടോ. ആദ്യ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചായിരുന്നു. അടുത്തത് 1917 ശ്രദ്ധിക്കുക. 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്. 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടാണ്? കോഴിക്കോട് വെച്ചാണ് അല്ലേ? ആരാണ് അധ്യക്ഷത വഹിച്ചത്? സർ CP രാമസ്വാമി അയ്യറാണ്. ഇനി 1918 മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? തലശ്ശേരിയിൽ വെച്ചാണ്. ആരാണ് അധ്യക്ഷൻ? ആസിം അലി ഖാൻ ആണ് കേട്ടോ. ഇനി 1919 നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? വടകരയിൽ വെച്ചിട്ടാണ്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? KP രാമൻ മേനോനാണ്. KP രാമൻ മേനോനാണ്. അടുത്തത് 1920 അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? മഞ്ചേരിയിൽ വെച്ചിട്ടാണ്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? കസ്തൂരി രംഗ അയ്യങ്കാറാണ്. ഇത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അതുപോലെ അതിൻ്റെ ചർച്ചാ വിഷയം ഭരണപരിഷ്കരണം. ഈ അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ചർച്ചാ വിഷയവും ചോദിച്ചിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട്. ഏതാണ്? ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്തത്. ഈ സമ്മേളനത്തിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആനി ബസന്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമ്മേളനത്തെ കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നു. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പം ഒന്നും കൂടി പറയാം. 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഇവിടെ വെച്ചാണ് നടന്നത്? പാലക്കാട് വെച്ചാണ് നടന്നത്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? ആനി ബസന്റ് ആണ്. നെക്സ്റ്റ് 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചിട്ടാണ്. കോഴിക്കോട് വെച്ചിട്ടാണ്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? സർ CP രാമസ്വാമി അയ്യറാണ്. 1918 മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? തലശ്ശേരിയിൽ വെച്ചിട്ടാണ്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? ആസിം അലി ഖാൻ ആണ്. അടുത്തത് 1919 നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? വടകരയിൽ വെച്ചിട്ടാണ്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? KP രാമൻ മേനോനാണ്. 1920 അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് മഞ്ചേരിയിൽ വെച്ചിട്ടാണ്. അധ്യക്ഷത വഹിച്ചത് ആരാണ്? കസ്തൂരി രംഗ അയ്യങ്കാറാണ്. അതിനകത്ത് ചർച്ചാ വിഷയം എന്തൊക്കെയാണ്? ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ വായിക്കാം. എ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് TL സ്ട്രേഞ്ച്. ഓപ്ഷൻ ബി. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് കരുണ. ഓപ്ഷൻ സി. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് TS ഹിച്ച്കോക്ക്. ഇതിനകത്ത് ശരിയായത് ഏതെന്ന ഓപ്ഷൻ വായിക്കട്ടെ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എയും ബിയും ശരിയാണ്.
ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എയും സിയും ശരിയാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സി മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ മാത്രം ശരിയാണ്. ഏതാണ് ഉത്തരം? യെസ്, ഏതാണ്? ഓപ്ഷൻ സി. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് TS ഹിച്ച്കോക്ക്. ഇനി നമുക്കൊന്ന് ഉത്തരത്തിലേക്ക് പോകാം. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? നേപ്പ് കമ്മീഷനാണ് കേട്ടോ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷനാണ്. അതേപോലെ ഓപ്ഷൻ ഡി എന്താ? മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ഏത്? ദുരവസ്ഥ. ഓക്കെ ആണോ? പിന്നെ അടുത്ത ഓപ്ഷൻ അത് ശരിയാണ്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് TS ഹിച്ച്കോക്ക്. അപ്പം ഓപ്ഷൻ സി ആണ് ശരി. മലബാർ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മലബാർ കലാപം എന്ന കൃതി രചിച്ചതാരാണ്? മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായരാണ് കേട്ടോ. മലബാർ കലാപം എന്ന കൃതി രചിച്ചതാരാണ്? കെ മാധവൻ നായരാണ്. അതേപോലെ മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചതാരാണ്? M ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് കേട്ടോ. M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടെന്നും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം. ഓപ്ഷൻ വായിക്കട്ടെ. എ കയ്യൂർ സമരം, ബി പുന്നപ്ര വയലാർ സമരം, സി മേൽമുണ്ട് സമരം, ഡി മൊറാഴ സമരം. ഏതാണ് ആൻസർ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ്? കയ്യൂറാണോ, പുന്നപ്ര വയലാറാണോ, മേൽമുണ്ട് സമരമാണോ, അതോ മൊറാഴ സമരമാണോ? യെസ്, ഏതാണ്? മൊറാഴ സമരമാണ് കേട്ടോ. മൊറാഴ സമരം നോക്കാം നമുക്ക്. മൊറാഴ സമരം നടന്നതെന്നാണ്? 1940. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലനാണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലനാണ്. പക്ഷേ ഇതിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണമായ വ്യക്തി, വധശിക്ഷ നടന്നോ ഇല്ല, വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണമായ വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ ആണോ? മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയിലാണ്. എന്നാണ് നടന്നത്? 1940. ഈ മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലനാണ്. ഈ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണമായ പ്രമുഖ വ്യക്തിയാണ് ആര്? ഗാന്ധിജി. ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്ത ഓപ്ഷന് വന്ന മറ്റൊരു സമരമായിരുന്നത് കയ്യൂർ സമരം അല്ലേ? എന്നാ നടന്നത്? 1941 മാർച്ച് 28. എവിടെ? കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് എന്ത്? കയ്യൂർ സമരം നടന്നത്. വർഷം 1941 മാർച്ച് 28. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? EK നയനാർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? EK നയനാറാണ്. അതേപോലെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന കൃതി രചിച്ചതാരാണ്? ചിരസ്മരണ ആരാണ്? നിരഞ്ജനയാണ് കേട്ടോ. ഓക്കെ ആണോ? കയ്യൂരും കരിവള്ളൂരും. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചതാരാണ്? AV കുഞ്ഞമ്പു ആണ് കേട്ടോ. AV കുഞ്ഞമ്പു ആണ്. ഇനി കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചതാരാണ്? VV കുഞ്ഞമ്പു ആണ് കേട്ടോ. തിരിഞ്ഞു പോകരുത്. കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചതാരാണ്? AV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചതാരാണ്? VV കുഞ്ഞമ്പു ആണ്. ഇനി അടുത്തത് പുന്നപ്ര വയലാർ സമരം. ആ ഓപ്ഷൻ വന്ന മറ്റൊരു ഇതായിരുന്നല്ലേ? മറ്റൊരു ഓപ്ഷൻ ആയിരുന്നത് പുന്നപ്ര വയലാർ സമരം. എന്നാണ്? 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് എന്ത്? പുന്നപ്ര വയലാർ സമരം നടന്നത്.
ഈ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. ഇദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന ഒരു സമരമായിരുന്നു ഇത് പുന്നപ്ര വയലാർ സമരം. ഇല്ലേ? പ്രമുഖ ഇതിനകത്തൊരു മുദ്രാവാക്യം ഉണ്ടായത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്നുള്ള മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ടുള്ള ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഓക്കെ ആണോ? അടുത്തത് മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം അത് എന്നറിയപ്പെടുന്ന ചാന്നാർ ലഹള നടന്നത് എന്നാണ്? 1859 കേട്ടോ. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹള നടന്നത് എന്നാണ്? അതേപോലെ നാടാർ ലഹള എന്നറിയപ്പെടുന്നു. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹള ഇത് നടന്നത് 1859 കേട്ടോ. നാടാർ ലഹള എന്നും അറിയപ്പെടുന്നു. ഈ എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം, ഈ ദിവസം പലതവണ ചോദിച്ചിട്ടുള്ള എന്നാണ്? 1859 ജൂലൈ 26 കേട്ടോ. ഇതിന് ഉത്തരവിറക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ ആണോ? ഈ ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ത്രീകൾക്കും ഇല്ലേ മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം 1859 ജൂലൈ 26 ഇതിന് അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശുചീന്ദ്ര സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്. ഓപ്ഷൻ എ 1926 ഫെബ്രുവരി 17, ഓപ്ഷൻ ബി 1927 ഫെബ്രുവരി 19, ഓപ്ഷൻ സി 1926 ഫെബ്രുവരി 19, ഓപ്ഷൻ ഡി 1926 ഫെബ്രുവരി 29. ഓപ്ഷൻ എല്ലാം ഒരുപോലെ ഇരിക്കുന്നില്ലേ? ആകെ കൺഫ്യൂഷനായി. ഏതാണ് ആൻസർ? ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹം എന്നാണ്? യെസ്, 1926 ഫെബ്രുവരി 19 എന്ത്? ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നടന്നൊരു സത്യാഗ്രഹമായിരുന്നു ഇത് ശുചീന്ദ്രം സത്യാഗ്രഹം. നോക്കാം. ഇതിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഗാന്ധിയൻ നേതാവായ ME നായിഡു ആയിരുന്നു കേട്ടോ. ME നായിഡു ആയിരുന്നു ഇതിന്റെ ആദ്യ സെക്രട്ടറി. അപ്പൊ പ്രധാന നേതാവ് ME നായിഡു ആണ്. പ്രസിഡന്റ് ആരായിരുന്നു? M സുബ്രഹ്മണ്യ പിള്ളയാണ് കേട്ടോ. പ്രസിഡന്റ് M സുബ്രഹ്മണ്യ പിള്ളയാണ്. ഇതിന്റെ മറ്റ് നേതാക്കൾ H പെരുമാൾ പണിക്കർ, PC താണുമലയ പെരുമാൾ, ഗാന്ധിദാസ്. ഗാന്ധിദാസിന്റെ യഥാർത്ഥ നാമമാണ് ഇത് C മുത്തുസ്വാമി. ഓക്കെ ആണോ? ശുചീന്ദ്ര സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാരാണ്? ME നായിഡു. ME നായിഡു ആയിരുന്നു അതിന്റെ ആദ്യ സെക്രട്ടറി. പ്രസിഡന്റ് ആരായിരുന്നു? M സുബ്രഹ്മണ്യ പിള്ള. പിന്നെ പ്രമുഖ നേതാക്കൾ, ഇതിൽ പങ്കെടുത്തിട്ടുള്ള പ്രമുഖ നേതാക്കൾ ആരായിരിക്കുന്നു? H പെരുമാൾ പണിക്കർ, PC താണുമലയ പെരുമാൾ, ഗാന്ധിദാസ്. ഗാന്ധിദാസിന്റെ യഥാർത്ഥ നാമമാണേത്? C മുത്തുസ്വാമി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തോൽവിറക് സമരം നടന്ന ജില്ല. തോൽവിറക് സമരം നടന്ന ജില്ല. ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി തൃശ്ശൂർ. എന്താണ്? എവിടാണ് നടന്നത്? യെസ്, ഓപ്ഷൻ എ കാസർഗോഡാണ് തോൽവിറക് സമരം നടന്നത്. എന്നാണ് നടന്നത്? 1946 കേട്ടോ. സമരനായിക കാർത്തിയായനി. അടുത്ത ക്വസ്റ്റ്യൻ, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഒന്നുകൂടി വായിക്കാം ക്വസ്റ്റ്യൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ C കേശവൻ, ഓപ്ഷൻ ബി VA കേശവൻ നായർ, ഓപ്ഷൻ സി KKN കുറുപ്പ്, ഓപ്ഷൻ ഡി സർദാർ KM പണിക്കർ. ഏതാണ് ആൻസർ? ഏതാണ്? എസ്, ഓപ്ഷൻ ബി VA കേശവൻ നായർ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രമുഖ സംഭവമാണെന്ത്? കീഴരിയൂർ ബോംബ് കേസ്. എന്നാണ് നടന്നത്? 1942 നവംബർ 17 കേട്ടോ. 1942 നവംബർ 17 എന്ത്? കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാന്നറിയോ? കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡോക്ടർ KB മേനോനാണ് കേട്ടോ. ഡോക്ടർ
KB മേനോനാണ്. ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികൾ കേരളത്തിൽ നടത്തിയ ഒരു രഹസ്യ പത്രമുണ്ട്. ഏതാണെന്നറിയാമോ? സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം. ഓക്കെ ആണോ? ഇനി പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവൽ ഏതാണ്? തലയോട്. കേട്ടോ, പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവൽ ഏതാണ്? തലയോടാണ്. കേട്ടോ, പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P. കേശവദേവ് രചിച്ച കൃതിയാണ് ഏത്? ഉലക്ക. പുന്നപ്ര വയലാർ പശ്ചാത്തലമാക്കി P. കേശവദേവ് രചിച്ച കൃതിയാണ് ഏത്? ഉലക്ക. നെക്സ്റ്റ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നതെന്ന്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നതെന്ന്. ഓപ്ഷൻ വായിക്കട്ടെ. ഓപ്ഷൻ എ 1941 നവംബർ 26. ഓപ്ഷൻ ബി 1941 ജനുവരി 26. ഓപ്ഷൻ സി 1941 ഓഗസ്റ്റ് 15. ഓപ്ഷൻ ഡി 1941 ജനുവരി 31. ഏതാണ് ആൻസർ? ഏതാണ്? യെസ്, 1941 ജനുവരി 26. എന്താണ് ക്വസ്റ്റ്യൻ? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് എന്നാണ്? 1941 ജനുവരി 26. എന്താണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊണ്ട് ഉദ്ദേശിച്ചത്? കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദിത്തത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണേത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഓക്കെ ആണോ? കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദിത്തത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഇതിന് ആദ്യ സെക്രട്ടറി ആരായിരുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു. കേട്ടോ, VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു ആദ്യ സെക്രട്ടറി. ഇതിന് ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ്. കേട്ടോ, ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ്. ഇനി ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ ഏതായിരുന്നു? AFW ഡിക്സൺ ആണ്. കേട്ടോ, AFW എന്നാട്ടോ, AFW ഡിക്സൺ ആണത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. പാലിയം സത്യാഗ്രഹം എന്നാണ് നടന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1946. ഓപ്ഷൻ ബി 1947. ഓപ്ഷൻ സി 1949. ഓപ്ഷൻ ഡി 1948. കിട്ടിയ ഉത്തരം? ഓപ്ഷൻ ബി 1947 എന്നാണ്. പാലിയം സത്യാഗ്രഹം നടന്നതെന്നാണ്? 1947. പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല എവിടാണ്? എറണാകുളം ജില്ലയിലാണ്. കേട്ടോ, പാലിയം സത്യാഗ്രഹം നടന്നത് എറണാകുളം ജില്ലയിലാണ്. ഇതിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? സി കേശവനായിരുന്നു. ഇതിന്റെ പ്രധാന നേതാവ് സി കേശവനായിരുന്നു. ഈ പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവനാണ്. എന്നാണ്? 1947 ഡിസംബർ 4-നാണ്. കേട്ടോ, 1947 ഡിസംബർ 4-നാണ് എന്ത്? പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? സി കേശവനാണ്. ഈ പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? AG വേലായുധനാണ്. കേട്ടോ, AG വേലായുധൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭം. ഓപ്ഷൻ ബി വൈദ്യുതി പ്രക്ഷോഭം. ഓപ്ഷൻ സി ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഓപ്ഷൻ ഡി കടയ്ക്കൽ പ്രക്ഷോഭം. ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണോ? വൈദ്യുതി പ്രക്ഷോഭമാണോ? ഉത്തരവാദ ഭരണ പ്രക്ഷോഭമാണോ? കടയ്ക്കൽ പ്രക്ഷോഭമാണോ? ആൻസറിലോട്ട് വരുമ്പോൾ നമുക്ക് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നൊക്കെ തോന്നില്ലേ? അല്ല. ഏതാണ്? വൈദ്യുതി പ്രക്ഷോഭമാണ്. കേട്ടോ, വൈദ്യുതി പ്രക്ഷോഭമാണ്. എന്നാണ് നടന്നത്? വൈദ്യുതി പ്രക്ഷോഭം നടന്നത് എന്നാണ്? 1936-ലാണ്. വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണ്?
തൃശ്ശൂർ ജില്ലയാണ്, ഇല്ലയോ? എന്താണ് റീസൺ? എന്താണ്? കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയായ ചന്ദ്രികയെ ഏൽപ്പിച്ചതാണ് എന്താണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് കാരണമായത്. വൈദ്യുതി പ്രക്ഷോഭത്തിന് കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിൻ്റെ വൈദ്യുതി വിതരണം ആരെ ഏൽപ്പിച്ചു? സ്വകാര്യ കമ്പനിയായ ചന്ദ്രികയെ ഏൽപ്പിച്ചതാണ് എന്ത്? വൈദ്യുതി പ്രക്ഷോഭത്തിൻ്റെ പ്രധാന കാരണം. ഇനി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് ഏത്? നിവർത്തന പ്രക്ഷോഭം, ഇല്ല? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് ഏത്? നിവർത്തന പ്രക്ഷോഭം. എന്നാണ്? 1932 കേട്ടോ. 1932 ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങളാണ് ഏത്? ഉത്തരവാദിത്ത പ്രക്ഷോഭം, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം കേട്ടോ. ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങളാണ് ഏത്? ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം. ഇതിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? പട്ടം താണുപിള്ള, TM വർഗീസ്. പട്ടം താണുപിള്ള, TM വർഗീസ്. ഇനി കടയ്ക്കൽ പ്രക്ഷോഭം എന്നാണ്? 1938 സെപ്റ്റംബറിൽ. കടയ്ക്കൽ എവിടെയാണെന്നറിയാലോ? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ്. ഇദ്ദേഹമാണ് എന്ത്? കടയ്ക്കൽ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ? ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ? എവിടാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി ഒറ്റപ്പാലം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി ഒറ്റപ്പാലം. ഏതാണ് ആൻസർ? ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ഒറ്റപ്പാലമാണ് കേട്ടോ. എന്ന് മുതൽ എന്ന് വരെയാണ്? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് കേട്ടോ. ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ്? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശമായിരുന്നു കേട്ടോ. ടി പ്രകാശമായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. കേരളത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അക്കാമ ചെറിയാൻ, ഓപ്ഷൻ ബി ആനി മസ്ഗ്രീൻ, ഓപ്ഷൻ സി ഭാരതി ഉദയഭാനു, ഓപ്ഷൻ ഡി മേരി പുന്നൻ ലൂക്കോസ്. ആരാണ്? കേരളത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായ ആദ്യ വനിത ആരാണ്? യെസ്, ആരാണ്? ആനി മസ്ഗ്രീൻ ആണ് കേട്ടോ. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ തിരുവിതാംകൂറിൽ നിന്നുള്ള വനിതയാണ് ആര്? ആനി മസ്ഗ്രീൻ. അറിയാവോ? തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായ ആദ്യ വനിതയും ആരാണ്? ആനി മസ്ഗ്രീൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആനി മസ്ഗ്രീൻ. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആനി മസ്ഗ്രീൻ. കേരളത്തിൽ നിന്ന് രാജ്യസഭാ അംഗമായ ആദ്യ വനിത ആരാണ്? ഭാരതി ഉദയഭാനു ആണ് കേട്ടോ. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഭാരതി ഉദയഭാനു ആണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി, തിരുവിതാംകൂറിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അക്കാമ ചെറിയാനാണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി, തിരുവിതാംകൂറിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അക്കാമ ചെറിയാനാണ്. കേരളത്തിന്റെ ഝാൻസി റാണി ആരാണ്? ആനി മസ്ഗ്രീൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്ഗ്രീൻ ആണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരാണ്? മേരി പുന്നൻ ലൂക്കോസ് ആണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായ വ്യക്തി ആരാണ്? മേരി പുന്നൻ ലൂക്കോസ് ആണ്. മാത്രവുമല്ല തിരുവിതാംകൂറിന്റെ ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരി കൂടിയായിരുന്നു. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സർജനുമാണ്. ഓക്കെ, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ കൂടിയാണ് ആര്? മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യ വനിത,
തിരുവിതാംകൂറിന്റെ ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരി, ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ സർജൻ ആരാണ്? മേരി പുന്നല്ലൂക്കോസ്. ഓക്കെ ആണോ? VT ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി. VT ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി. ഓപ്ഷൻ വായിക്കാം. EK നയനാർ, K കരുണാകരൻ, C അച്യുതമേനോൻ, EMS നമ്പൂതിരിപ്പാട്. ആരാണ്? നോക്കി, ആരാണ്? EK നയനാർ, K കരുണാകരൻ, C അച്യുതമേനോൻ, EMS നമ്പൂതിരിപ്പാട്. യെസ്, ഏതാണ്? EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. VT ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രിയാണ് ആര്? EMS നമ്പൂതിരിപ്പാട്. പ്രഭാതം എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. 1934 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്ന പത്രമാണ് ഇത്, പ്രഭാതം. ഓക്കെ ആണോ? EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയ വർഷം എന്നാണ്? 1934 ചോദിച്ചിട്ടുള്ളതാണ്. EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയ വർഷം എന്നാണ്? 1934. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. ഓപ്ഷനിലോട്ട് പോവാം. EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി പട്ടം താണുപിള്ള, ഓപ്ഷൻ സി അച്യുതമേനോൻ, ഓപ്ഷൻ ഡി R ശങ്കർ. ഉത്തരം കിട്ടിയോ? ഏതാണ്? EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, C അച്യുതമേനോൻ, R ശങ്കർ. യെസ്, ആരാണ്? R ശങ്കർ ആണ് കേട്ടോ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? R ശങ്കർ ആണ്. എന്താണ് പ്രത്യേകത? കേരളത്തിന്റെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു കേട്ടോ. പിന്നോക്ക സമുദായത്തിൽ നിന്നും മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാലും ആരാണ്? R ശങ്കർ ആണ്. കേരളത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയും ആരാണ്? R ശങ്കർ ആണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? R ശങ്കർ ആണ് കേട്ടോ. ഇദ്ദേഹം പത്രാധിപരായിരുന്ന ഒരു പത്രമുണ്ട്, ഏതാണ്? ദിനമണി. ദിനമണി എന്ന പത്രത്തിന്റെ കേട്ടോ. ദിനമണി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആര്? R ശങ്കർ. R ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? PK കുഞ്ഞാണ് കേട്ടോ. R ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? PK കുഞ്ഞാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി സ്ഥാപിതമായപ്പോൾ ധനകാര്യമന്ത്രി ആരാണ്? PK കുഞ്ഞാണ് കേട്ടോ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി സ്ഥാപിതമായപ്പോൾ ധനകാര്യമന്ത്രി ആയിരുന്നത് PK കുഞ്ഞാണ് കേട്ടോ. വർഷം ചോദിച്ചാൽ 1967. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഓപ്ഷൻ വായിക്കട്ടെ. ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ സി ശുചീന്ദ്രം സത്യാഗ്രഹം, ഓപ്ഷൻ ഡി നിവർത്തന പ്രക്ഷോഭം. ഏതാണ്? ഉത്തരം കിട്ടിയോ? ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? യെസ്, ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം. എന്നാണ് നടന്നത് വൈക്കം സത്യാഗ്രഹം? 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ നടന്ന സത്യാഗ്രഹമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. 603 ദിവസം നീണ്ടു നിന്നു കേട്ടോ. ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതുലക്ഷ്മിബായി ആണ് കേട്ടോ. റാണി സേതുലക്ഷ്മിബായി ആണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം എന്നാണ്? 1925 ഗാന്ധിജി കേരളത്തിലെത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചതാരായിരുന്നു? റാണി സേതുലക്ഷ്മിബായി ആണ്.
ഓക്കെ ആണോ? നെക്സ്റ്റ്, കുറിച്യർ ലഹള നടന്ന വർഷം. കുറിച്യർ ലഹള നടന്ന വർഷം. ഓപ്ഷൻ വായിക്കട്ടെ. ഓപ്ഷൻ എ 1815, ഓപ്ഷൻ ബി 1812, ഓപ്ഷൻ സി 1821, ഓപ്ഷൻ ഡി 1829. എന്നാണ്? എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? യെസ്, 1812 കേട്ടോ. കുറിച്യർ ലഹള നടന്നത് എന്നാണ്? 1812. നോക്കാം. കുറിച്യർ ലഹളയുടെ പ്രധാന നേതാവാണ് ആര്? രാമനമ്പി. കുറിച്യർ ലഹളയുടെ പ്രധാന നേതാവ് ആരാണ്? രാമനമ്പി. വധിച്ചതെന്നാണ്? 1812 മെയ് 1 കേട്ടോ. 1812 മെയ് 1 രാമനമ്പിയെ വധിക്കുന്നത്. കുറിച്യർ ലഹളയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കേട്ടോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണ് എന്ത്? കുറിച്യർ ലഹളയുടെ പ്രധാന മുദ്രാവാക്യം. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന കൃതി രചിച്ചതാരാണ്? കുമാരൻ വയലേരിയാണ് കേട്ടോ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന കൃതി രചിച്ചതാരാണ്? കുമാരൻ വയലേരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1721 ഏപ്രിൽ 1, ഓപ്ഷൻ ബി 1721 ഏപ്രിൽ 15, ഓപ്ഷൻ സി 1721 മാർച്ച് 15, ഓപ്ഷൻ ഡി 1721 ഏപ്രിൽ 10. ഓപ്ഷനിലോട്ട് നോക്കിയേ, ഏതാണ് കറക്റ്റ്? യെസ്, 1721 ഏപ്രിൽ 15 എന്ത്? ആറ്റിങ്ങൽ കലാപം നടന്നത്. എന്താണ് ആറ്റിങ്ങൽ കലാപം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത്, ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാ? യെസ്, അഞ്ചുതെങ്ങ് കലാപം കേട്ടോ. അഞ്ചുതെങ്ങ് കലാപം. വർഷം 1697 കേട്ടോ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗീഫോർഡ് ആണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗീഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ് കേട്ടോ. 1923 അല്ല, 1723 എന്ത്? വേണാട് ഉടമ്പടി കേട്ടോ. 1720. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏത്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി എന്നാ നടന്നത്? 1723. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും ഒപ്പുവെച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ആര്? അലക്സാണ്ടർ ഓമും അതിൽ ഒപ്പുവെച്ചു. ഇനി അഞ്ചുതെങ്ങ് കലാപം നമ്മൾ പറഞ്ഞല്ലേ, 1697. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ചെന്ന 1695. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചതാര്? അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചതാര്? ആരാണ്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ബി വേലുക്കുട്ടി അരയൻ, ഓപ്ഷൻ സി പൊയ്കയിൽ യോഹന്നാൻ, ഓപ്ഷൻ ഡി ആനന്ദതീർത്ഥൻ. കിട്ടിയോ? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ബി വേലുക്കുട്ടി അരയൻ, ഓപ്ഷൻ സി പൊയ്കയിൽ യോഹന്നാൻ, ഓപ്ഷൻ ഡി ആനന്ദതീർത്ഥൻ. ഉത്തരം കിട്ടിയോ? യെസ്. ഏതാണ്? വേലുക്കുട്ടി അരയനാണ് കേട്ടോ. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? വേലുക്കുട്ടി അരയനാണ്. നോക്കാം. എന്നാണ് സ്ഥാപിച്ചത്? 1916 കേട്ടോ. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് എന്നാണ്? 1916. അതേപോലെ അരയ സമാജം, അരയ വംശോദ്ധാരണി സഭ, അരയ സമാജം, അരയ വംശോദ്ധാരണി സഭ ഇതൊക്കെ സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ. അരയ സമാജം, അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ചത് എന്നാണ്? 1907 കേട്ടോ. 1907. നെക്സ്റ്റ് PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? പൊയ്കയിൽ യോഹന്നാനാണ് കേട്ടോ. വർഷം 1909 കേട്ടോ. PRDS സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1909. അടുത്ത ജാതിനാശിനി സഭ
ജാതിനാശിനി സഭ ആരാണ് സ്ഥാപിച്ചത്? ആനന്ദ തീർത്ഥനാണ്. വർഷം 1933 കേട്ടോ. അടുത്തത് ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം. ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? കാവാരിക്കുളം കണ്ടൻ കുമാരനാണ് കേട്ടോ. കാവാരിക്കുളം കണ്ടൻ കുമാരനാണ്. വർഷം ചോദിച്ചാൽ 1914 കേട്ടോ. 1914. നെക്സ്റ്റ് അന്ത്യജോധാരണ സംഘം സ്ഥാപിച്ചതാരാണ്? കെ കേളപ്പനാണ്. വർഷം 1927. ഓക്കെ ആണോ? ഒന്നും കൂടി പറയാം. അരേ വംശ പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? വേലിക്കുട്ടിയരൻ. വർഷം ചോദിച്ചാൽ 1916. അരേ സമാജം ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. വർഷം 1907. PRDS പൊയ്കയിൽ യോഹന്നാൻ. വർഷം 1909. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ എന്ന സ്ഥാപിച്ചത് 1933. ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത്? കാവാരിക്കുളം കണ്ണൻകുമാരൻ. വർഷം 1914. അരേ വംശോദ്ധാരണി സഭ പണ്ഡിറ്റ് കറുപ്പൻ. അന്ത്യജോധാരണ സംഘം ആരാ സ്ഥാപിച്ചത്? കെ കേളപ്പൻ. വർഷം 1927. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. ഓപ്ഷൻ വായിച്ചേ. ഓപ്ഷൻ എ ശ്രീ ചിത്ര തിരുനാൾ. ഓപ്ഷൻ ബി ടി രാമറാവു. ഓപ്ഷൻ സി മുഹമ്മദ് ഹബീബുള്ള. ഓപ്ഷൻ ഡി CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? യെസ്, CP രാമസ്വാമി അയ്യർ കേട്ടോ. ആദ്യ ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ ആരായിരിക്കും ആൻസർ? ശ്രീ ചിത്ര തിരുനാളാണ് ആദ്യ ചാൻസലർ. ആദ്യ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ CP രാമസ്വാമി അയ്യർ. ശ്രീ ചിത്ര തിരുനാളിന്റെ പ്രമുഖ ദിവാനായിരുന്നു ആര്? CP രാമസ്വാമി അയ്യർ. ശ്രീ ചിത്ര തിരുനാളിന്റെ പ്രമുഖ ദിവാനാണ് ആര്? CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആര്? CP രാമസ്വാമി അയ്യർ കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആര്? CP രാമസ്വാമി അയ്യർ. അതേപോലെ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ശ്രീ ചിത്ര തിരുനാൾ. എന്നാ സ്ഥാപിച്ചത് തിരുവിതാംകൂർ സർവകലാശാല? 1937 കേട്ടോ. എന്നാ അത് കേരള സർവകലാശാല എന്ന് നാമകരണം ചെയ്തത് 1957. ഓക്കെ. ഈ സമയത്തെ ഈ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കുന്ന സമയത്ത് ദിവാൻ ആരായിരുന്നു? ടി രാമറാവു ആണ് കേട്ടോ. ടി രാമറാവു ആണ്. തിരുവിതാംകൂറിന്റെ ഏക മുസ്ലിം ദിവാനാണ് ആര്? മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിന്റെ ഏക മുസ്ലിം ദിവാനാണ് ആര്? മുഹമ്മദ് ഹബീബുള്ള. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഓപ്ഷൻ എ രാമനമ്പി. ഓപ്ഷൻ ബി തലയ്ക്കൽ ചന്തു. ഓപ്ഷൻ സി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഓപ്ഷൻ ഡി എടച്ചേന കുങ്കൻ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഇതൊരു കുറിച്യർ നേതാവ് അല്ലയോ? തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, എടച്ചേന കുങ്കൻ. ആരാണ്? യെസ്, തലയ്ക്കൽ ചന്തു ആണ് കേട്ടോ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലയ്ക്കൽ ചന്തു ആണ്. എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെ. പോകാം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ ആരൊക്കെയാണ്? യെസ്, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ. ആരൊക്കെയാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ. ഓക്കെ ആണോ? രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഇനി പനമരം കോട്ട. പനമരം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവാണ്. വർഷം 1802 കേട്ടോ. പനമരം കോട്ട പിടിച്ചെടുത്തത് 1802 എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്നിട്ടാണ്. ഈ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ആർതർ വെല്ലസ്ലി ആയിരുന്നു കേട്ടോ.
ഈ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലി ആയിരുന്നു. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി നയിച്ച ഒരു സംഘമാണേത് കോൽക്കാർ കേട്ടോ. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച ഒരു സൈന്യമായിരുന്നു എന്ത്? കോൽക്കാർ. കോൽക്കാർ ഓക്കെ ആണോ? ഈ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാർബർ ആണ് കേട്ടോ. ഈ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാർബർ ആയിരുന്നു. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച എന്നാണ് 1805 നവംബർ 30. എവിടാണ്? വയനാട്ടിലെ മാനന്തവാടിയിലെ മാവിലാന്തോട് കേട്ടോ. മാവിലാന്തോട്. ഇനി തലയ്ക്കൽ ചന്തു സ്മാരകം എവിടാണ്? പനമരമാണ് കേട്ടോ. തലയ്ക്കൽ ചന്തു സ്മാരകം പനമരമാണ് കേട്ടോ. പനമരം കോട്ട പിടിച്ചെടുത്ത ഒരാളാണ് തലയ്ക്കൽ ചന്തു എന്ന് 1802. അതേപോലെ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ. പഴശ്ശി ഡാം വളപട്ടണം പുഴ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന എവിടാണ്? വളപട്ടണം പുഴ. കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കറാണ് കേട്ടോ. കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ച ആരാണ്? സർദാർ കെ എം പണിക്കറാണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷനിൽ പോകാം. TS ഹിച്ച്കോക്ക്, ഓപ്ഷൻ ബി സുമിത് സർക്കാർ, ഓപ്ഷൻ സി വില്യം ലോഗൻ, ഓപ്ഷൻ ഡി TL സ്ട്രെഞ്ച്. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? യെസ്, ആരാണ്? ഓപ്ഷൻ ബി സുമിത് സർക്കാർ. ഓക്കെ. മലബാർ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് ആര്? TS ഹിച്ച്കോക്ക് കേട്ടോ. മലബാർ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? TS ഹിച്ച്കോക്ക്. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? വില്യം ലോഗൻ. ഇദ്ദേഹത്തിന്റെ രചനയാണ് ഏത്? മലബാർ മാനുവൽ. രചിച്ചതാരാണ്? വില്യം ലോഗൻ ആണ് കേട്ടോ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? വില്യം ലോഗൻ. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ഏതാണ്? HV കനോലിയാണ് കേട്ടോ. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? HV കനോലിയാണ്. വാഗൺ ട്രാജഡിയെ കുറിച്ച് ഇവിടെ മലബാർ കലാപമല്ല, ഇവിടെ മലബാർ കലാപമല്ല, വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? AR നേപ്പ് കമ്മീഷൻ കേട്ടോ. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഇത്? AR നേപ്പ് കമ്മീഷൻ. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് ഏത്? TL സ്ട്രെഞ്ച് കേട്ടോ. അപ്പോൾ വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? AR നേപ്പ് കമ്മീഷൻ. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? TL സ്ട്രെഞ്ച് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ്. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ്. ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി TR കൃഷ്ണസ്വാമി അയ്യർ, ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണോ? കെ കേളപ്പനാണോ? TR കൃഷ്ണസ്വാമി അയ്യർ ആണോ? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണോ? യെസ്, ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവാണ് ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. എന്നാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്? 1930 ഏപ്രിൽ 13 കേട്ടോ. ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1930 ഏപ്രിൽ 13. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് കേട്ടോ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരാണ്? കെ കേളപ്പനാണ് കേട്ടോ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരാണ്? കെ കേളപ്പനാണ്.
എന്നാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? 1930 ഏപ്രിൽ 23-നാണ് കേട്ടോ. 1930 ഏപ്രിൽ 23-നാണ് എന്ത് ഉപ്പ് നിയമം ലംഘിച്ചത്. ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവർ എത്ര പേരാണ്? 32 പേരാണ് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവർ 32 പേരാണ്. 1936 AK ഗോപാലൻ നടത്തിയ പട്ടിണി ജാഥയിൽ പങ്കെടുത്തതും എത്ര പേരാണ്? 32 പേരാണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്താണ്? നോക്കാം, ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1888, ഓപ്ഷൻ ബി 1887, ഓപ്ഷൻ സി 1924, ഓപ്ഷൻ ഡി 1926. യെസ്, എന്നാണ് 1888-ലാണ് കേട്ടോ. അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നാണ്? 1887-ലാണ് കേട്ടോ. പ്രതിഷ്ഠ നടത്തിയത് 1888-ലാണ്. അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ചത് 1887-ലാണ്. ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ചത് 1920. ആദ്യം 1918 ആയിരുന്നു. രണ്ടാമത് എന്നാണ്? 1926. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യം സന്ദർശിച്ചതെന്നും രണ്ടാമത് സന്ദർശിച്ചതെന്നും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. നിലവിളക്ക് പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? വിളക്കമ്പലം ഇല്ലയോ? വിളക്കമ്പലം. ഓക്കെ, നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? വിളക്കമ്പലം. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട് കേട്ടോ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവൻകോടാണ് കേട്ടോ, ഉല്ലലയിലെ. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. SNDPയുടെ ആജീവനാന്ത കാല അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആജീവനാന്ത കാല അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്നാണ് SNDP സ്ഥാപിതമായത്? 1903 മെയ് 15-നാണ് കേട്ടോ. SNDP സ്ഥാപിതമായത് എന്നാണ്? 1903 മെയ് 15-നാണ്. ഇതിന്റെ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ് കേട്ടോ. എന്നാണ് സ്ഥാപിച്ചത്? 1904-ലാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതും വിവേകോദയമാണ് കേട്ടോ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതും ഏത് പത്രമാണ്? വിവേകോദയമാണ്. ഇതിന്റെ സ്ഥാപകനാരാണ്? ഈ വിവേകോദയം എന്ന മുഖപത്രം സ്ഥാപിച്ചതാരാണ്? കുമാരനാശാനാണ് കേട്ടോ. വിവേകോദയം എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? കുമാരനാശാനാണ്. ഓക്കെ ആണോ? അരുവിപ്പുറം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ സ്ഥാപിച്ചതെന്നാണ്? 1888-ലാണ്. ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നാണ്? 1887-ലാണ്. ഗുരു ആലുവ സർവമത സമ്മേളനം നടത്തിയതെന്നാണ്? 1924-ലാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ച വർഷം എന്നാണ്? 1918-ലാണ്. രണ്ടാമത് ശ്രീലങ്ക സന്ദർശിച്ചത് 1926-ലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടാണ്? വിളക്കമ്പലത്താണ് കേട്ടോ. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടാണ്? കളവൻകോടാണ്, ഉല്ലലയിലെ കളവൻകോടിലാണ്. ഓക്കെ, SNDPയുടെ ആജീവനാന്ത കാല അധ്യക്ഷനാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDP സ്ഥാപിതമായതെന്നാണ്? 1903 മെയ് 15-നാണ്. ഇതിന്റെ മുഖപത്രമാണ് ഏത്? വിവേകോദയം. 1904-ൽ സ്ഥാപിച്ചു. ആരാണ് സ്ഥാപിച്ചത്? കുമാരനാശാനാണ്. എന്താണ് അറിയപ്പെടുന്നത്? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മുഖപത്രമാണ് ഏത്? വിവേകോദയം. ഓക്കെ ആണോ? മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി തൈക്കാടയ്യ, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ. ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി തൈക്കാടയ്യ, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ. ആരാണ് മിശ്രഭോജനം നടത്തിയത്? യെസ്, സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി പന്തിഭോജനം നടത്തിയത് ആരാ? പന്തിഭോജനം തൈക്കാടയ്യാണ് കേട്ടോ. പന്തിഭോജനം നടത്തിയത് തൈക്കാടയ്യാണ്. സമപന്തി ഭോജനം ആരാണ്? സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ്.
അതേപോലെ പ്രീതി ഭോജനം ആരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. മിശ്രഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. പന്തിഭോജനം തൈക്കാടയ്യാണ് കേട്ടോ. പന്തിഭോജനം തൈക്കാടയ്യാണ്. സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. പ്രീതി ഭോജനം ആരാണ് നടത്തിയത്? വാഗ്ഭടാനന്ദനാണ്. അടുത്തത് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം ഈ ഖായാണ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. കിട്ടിയ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണോ, പണ്ഡിറ്റ് കറുപ്പനാണോ, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളാണോ, വൈകുണ്ഠ സ്വാമികളാണോ? ആരാണ്? യെസ്, ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അതായത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ഇത് മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ ആണോ? മോക്ഷപ്രദീപം ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപ ഖണ്ഡനം ആരാണ്? ചട്ടമ്പി സ്വാമികൾ. യെസ്, മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. അതേപോലെ ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് കേട്ടോ. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ്. അതേപോലെ ജ്ഞാനക്കുമ്മി ആരുടെ കൃതിയാണ്? ജ്ഞാനക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. ഏത്? ജ്ഞാനക്കുമ്മി. ഓക്കെ ആണോ? ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ, ജ്ഞാനക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗി. നെക്സ്റ്റ്, പിടിയേരി സമ്പ്രദായം ആവിഷ്കരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. പിടിയേരി സമ്പ്രദായം ആവിഷ്കരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി ചാവറ കുര്യക്കോസ് ഏലിയാസ്. എന്താണ് പിടിയേരി സമ്പ്രദായം ആവിഷ്കരിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ആരാണ്? കിട്ടിയ ഉത്തരം യെസ്, ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസിനെ കേട്ടോ. കാലത്തിന് മുന്നേ. അതേപോലെ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസിനെയാണ്. യെസ്, കേരള സാക്ഷരതയുടെ പിതാവ് ദൈവദാസൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ചാവറ അച്ഛനെയാണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ചേരുംപടി ചേർക്കുക. രാജ്യസമാചാരം, അൽ അമീൻ, സ്വദേശാഭിമാനി, കേരള കൗമുദി. വക്കം അബ്ദുൽ ഖാദർ മൗലവി, സി വി കുഞ്ഞിരാമൻ, ഹെർമൻ ഗുണ്ടട്ട്, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഇത് ചേരുംപടി ചേർത്ത് നോക്കിയേ. ഏത് വരും? രാജ്യസമാചാരം ആരാണ്? യെസ്, ഹെർമൻ ഗുണ്ടട്ട്. അൽ അമീൻ ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. സ്വദേശാഭിമാനി ആരാ സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള കൗമുദി ആരാ സ്ഥാപിച്ചത്? സി വി കുഞ്ഞിരാമൻ. രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടട്ട്, അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, സ്വദേശാഭിമാനി ആരാ സ്ഥാപിച്ച? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള കൗമുദി സി വി കുഞ്ഞിരാമൻ. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ദീപിക എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? ദീപിക നിധിരിക്കൽ മാണിക്കത്തനാരാണ് കേട്ടോ. വർഷം 1887. അതേപോലെ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടട്ടാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടട്ടാണ്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. പാവങ്ങളുടെ പടത്തലവൻ, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ, തിരുവിതാംകോട്ടെ തീയൻ, അധസ്ഥിതരുടെ പടത്തലവൻ. ഇപ്പുറത്ത്
മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, പൽപ്പു, AKG. ആൻസർ കിട്ടിയോ? പാവങ്ങളുടെ പടത്തലവൻ ആരാണ്? പാവങ്ങളുടെ പടത്തലവൻ യെസ് AKG ആണ് കേട്ടോ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? AKG ആണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനെയാണ് കേട്ടോ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനെയാണ്. തിരുവിതാംകോട്ടെ തീയൻ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. തിരുവിതാംകോട്ടെ തീയൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അധസ്ഥിതരുടെ പടത്തലവൻ ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഒന്നുകൂടി പറയാം, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭനാണ്. തിരുവിതാംകോട്ടെ തീയൻ ഡോക്ടർ പൽപ്പു ആണ്. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വേദാധികാര നിരൂപണം, ഓപ്ഷൻ ബി മോക്ഷപ്രദീപ ഖണ്ഡനം, ഓപ്ഷൻ സി പ്രാചീന മലയാളം, ഓപ്ഷൻ ഡി ആദിഭാഷ. ഓപ്ഷൻ എ വേദാധികാര നിരൂപണം, ഓപ്ഷൻ ബി മോക്ഷപ്രദീപ ഖണ്ഡനം, ഓപ്ഷൻ സി പ്രാചീന മലയാളം, ഓപ്ഷൻ ഡി ആദിഭാഷ. ഏതാണ് ഉത്തരം? കിട്ടിയോ? ഏതാണ്? യെസ്, ഏതാണ്? വേദാധികാര നിരൂപണമാണ് കേട്ടോ. സോറി, വേദാധികാര നിരൂപണമാണ്. അതായത് ശൂദ്രന്മാർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? വേദാധികാര നിരൂപണം. ഓക്കെ ആണോ? അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണേത്? ക്രിസ്തുമതഛേദനം, ആദിഭാഷ, ക്രിസ്തുമതഛേദനം, അതേപോലെ ആദിഭാഷ. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഏറ്റവും വലിയ കൃതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രാചീന മലയാളമാണ് കേട്ടോ. മോക്ഷപ്രദീപ ഖണ്ഡനവും ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ആദിഭാഷയും ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം നമ്മൾ പറഞ്ഞു അല്ലേ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച കൃതിയാണ് ഏത്? മോക്ഷപ്രദീപ ഖണ്ഡനം. പ്രാചീന മലയാളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. ആദിഭാഷ അദ്ദേഹത്തിന്റെ കൃതി. അതേപോലെ ക്രിസ്തുമതഛേദനം ഇതും അദ്ദേഹത്തിന്റെ കൃതിയാണ്. നമ്മൾ പറഞ്ഞു ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. അടുത്തത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? നോക്കാം. ഓപ്ഷനിലോട്ട് പോകാം. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പു. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പു. ആരാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? സ്ഥിരം നമ്മൾ PSC കാണുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ആരാണ്? യെസ്, അയ്യങ്കാളിയാണ് കേട്ടോ. എന്നാണ് സ്ഥാപിച്ചത്? 1907 സാധുജന പരിപാലന സംഘം എന്നാണ് സ്ഥാപിച്ചത്? 1907. 1893 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര അല്ലെ? 1893 വില്ലുവണ്ടി യാത്ര നടന്നത്. ചോദിച്ചിട്ടുള്ള 1893. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലേ ലഹള, ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള നടന്നത് എന്നാണ്? 1915. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലേ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള, ഇതെല്ലാം ഒരൊറ്റ ലഹളയാണ്, പേരിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. നടന്നത് എന്നാണ്? 1915. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.